പണ്ട് 5000 രൂപ ബിറ്റ് കോയിൻ ഇപ്പൊ 53 ലക്ഷം രൂപയാട്ടാ. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. പിന്നെ നീ കാണിച്ചോണ്ടിരിക്കണ കൊറേ നേരമല്ല, ഞാൻ കോൺസെൻട്രേഷൻ പോകും. സംഭവം വേറൊന്നുമല്ലടാ, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. എന്ത് സാധനം? ഹാംസ്റ്റർ കോയിൻ. ഹാംസ്റ്റർ കോയിൻ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കൊറേമാര് എന്തൊക്കെ കാണിച്ചു കൂട്ടറിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ നമുക്ക് എന്താ പറയാ, ടാപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഞാൻ മിക്കവാറും അടുത്ത ആഴ്ച ഒരു കോടീശ്വരനോ. അതെ, ജൂലൈ പകുതി ആകുമ്പോ ഇതിന്റെ റിസൾട്ട് വരും എന്നാട്ടാ പറയണ. ഇത് എന്താ സംഭവം? സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ടെലിഗ്രാമും പിന്നെ ടോൺ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അവർ തമ്മിൽ ടൈപ്പ് ആയിട്ട് ഒരു ഗെയിം ഇറക്കിയിട്ടുണ്ട് ടെലിഗ്രാമിൽ. സംഭവം ഹാംസ്റ്റർ കോയിൻ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ടാപ്പ് ചെയ്തോണ്ടിരിക്കും, ടാപ്പ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ടാപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു സ്വർണ്ണത്തിന്റെ ഒരു കോയിൻ ഇങ്ങനെ മുകളിലേക്ക് തെറിച്ചു പോകും. അതിപ്പോ നിങ്ങൾക്ക് കൈ വെച്ച് ടാപ്പ് ചെയ്യാം, മെഷീൻ വെച്ച് ടാപ്പ് ചെയ്യാം, ചിലവര് വണ്ടിയുടെ വീല് വെച്ചാൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാട്ടോ സംഭവം. അത് എടാ ഞാൻ ചോദിക്കണതല്ല, ഇതിപ്പോ കുറെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് പൈസ കിട്ടണേ? ശരിക്കും പൈസ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ മേളിൽ നമ്മളുടെ വാളറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൈസ നമുക്ക് റിഡീം ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെ റിഡീം ചെയ്യാം, എത്ര വാല്യൂ ഉണ്ട്, ഇതൊന്നും ഇപ്പോൾ അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇതിന് ഡെവലപ്പേഴ്സിന് പോലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നല്ല അസല് ഊബലായിരിക്കട്ടെ ഇത്. ഇല്ലടാ, ഞാൻ സമ്മതിക്കില്ല. ഇതിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ ഇതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. പണ്ട് ബിറ്റ് കോയിൻ ഇറങ്ങിയപ്പോഴും ഇതേപോലെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു ബിറ്റ് കോയിന്റെ വാല്യൂ എത്ര അറിയോ? 53 ലക്ഷം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ സാധനം ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി കൂടൂലേ? ശരിക്കും സംഭവം ശരിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നാണല്ലോ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ കണ്ട ആൾക്കാരെ മൊത്തം ഈ ടാപ്പ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ എവിടെ നിന്ന് പൈസ എടുത്ത് കൊടുക്കാനാ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇതിന്റെ റിസൾട്ട് ജൂലൈ പകുതി വരും. അപ്പൊ നമുക്ക് അറിയാലോ എന്താ സംഭവം. ഒന്നല്ലെങ്കിൽ ഞാൻ പറയുന്നത് അളിയൻ പാപ്പരാവും, ഉള്ള പൈസ കൂടി പോകുന്നതായിരിക്കും. ഒന്നല്ലെങ്കിൽ ഞാൻ കോടീശ്വരനാവും, ഇല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനാവും. അളിയ ഇനി ചിലപ്പോ ഇതൊരു സ്കാം ആയിരിക്കോ? എന്റെ പ്രതീക്ഷ മൊത്തം കളയല്ലേ. അല്ല ഞാൻ ചോദിക്കണത്, ഇത്രയും പേര് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഈ സാധനം ഞാൻ കേട്ടിടത്തോളം ഒരു ഹവറിൽ കിട്ടണ പൈസ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആയിരിക്കും അത് പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. പിന്നെ എന്താ എയർ ഡ്രോപ്പ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നൊക്കെ അതെന്താ? എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, എനിക്കും കൃത്യമായിട്ട് ബിരിയാണി കിട്ടിയാലേ. പക്ഷെ സംഭവം പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്തേക്കണ റഷ്യയിലാണ്. അപ്പൊ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാക്കേഴ്സിന്റെ പേര് കേട്ട സ്ഥലമാണ്. അത് ശരിയാണ്, പറയാൻ പറ്റില്ല. നമ്മുടെ ഫോണിന്റെ പെർമിഷനും അതും ഇതൊക്കെ കൊടുത്ത് നമ്മൾ ലാസ്റ്റ് പെട്ടുപോകാണ്ടിരിക്കുക, അത്ര എനിക്ക് പറയാം. ടെലിഗ്രാമിൽ ഇറങ്ങിയ ഗെയിം ആയതുകൊണ്ടും എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഇല്ല. ഈ ടെലിഗ്രാം ശരിക്കും ഇന്ത്യ അല്ലേ? ഇന്ത്യയാണ്. ഇന്ത്യയാണ്. എനിക്ക് സംശയം ഉണ്ടോ, ഇന്ത്യ ആണോ? നിങ്ങൾക്ക് ഒരു ജസ്റ്റ് പറയാവോ? താഴെ കമന്റ് ചെയ്യാവോ? എന്റെ ഭാരതം മാതാവേ. എന്തായാലും ജൂലൈ പകുതിയോടുകൂടി ഇതിന്റെ റിസൾട്ട് അറിയാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ. ഞാൻ എന്തായാലും കോടീശ്വരനാവും. എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ കോടീശ്വരന്മാരാവും, ആരൊക്കെ അംബാനിയാവും ഉമ്പാനിയാവും. ഞാൻ എന്റെ ബെൻസ് കാറിൽ വരും നിന്നെ കാണാൻ, കേട്ടോടാ. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഈ ഗെയിം എന്ത് പണ്ടാരാന്ന് പോലും അറിയാണ്ട് കളിച്ചവരോട് ഇത് അയച്ചു കൊടുത്തു തരുട്ടാ. മാത്രമല്ല ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം കേട്ടോ. ശുഭദിനം.